നമസ്കാരം. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഏകദേശം 101 സീറ്റുകളുമായിട്ട് UDF മുന്നണി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. നാളെയാണ് സത്യപ്രതിജ്ഞ. ഇന്നും പത്രങ്ങളെടുത്ത് വായിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ചാനലുകളൊക്കെ കണ്ടു കഴിഞ്ഞാലും തോന്നുന്നൊരു പ്രതീതി ഇങ്ങനെയാണ്. കാരണം UDFന് ഭരണം കിട്ടി. ഇനി തീരുമാനിക്കാനുള്ളത് മുഖ്യമന്ത്രിയെ മാത്രമാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ ഹൈക്കമാൻഡുകളിൽ നിന്ന് ആൾ വരുന്നതിന് മുമ്പ് തന്നെ പ്രാദേശികമായിട്ട് ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ. കോൺഗ്രസ്സാണല്ലോ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസ് അങ്ങനെ അഭിപ്രായം പറയുക എന്ന് പറയുമ്പോൾ അവിടെ കുറേയധികം ആളുകൾ മുഖ്യമന്ത്രിയാവാൻ തയ്യാറായിട്ട് രംഗത്ത് വരുന്ന ആളുകളുണ്ട്. അതിൽ കെ സുധാകരൻ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്, ശശി തരൂരുണ്ട്, KC വേണുഗോപാലുണ്ട്. അങ്ങനെ കുറേ ആളുകളുടെയൊക്കെ പേരുകൾ ഇതിൽ ചർച്ചകളിലൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് നടക്കുന്ന രണ്ട് പേരുകളുടെ ചർച്ച എന്ന് പറയുന്നത് അത് VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. കാരണം VD സതീശൻ പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വരുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരനെ മാറ്റാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നു. അത് പിന്നെ പകുതി വെച്ചത് അവസാനിച്ചു. അത് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടി VD സതീശനെ മാരാമൺ കൺവെൻഷനിലേക്ക്, യുവജന വിഭാഗം കൺവെൻഷനിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചു എന്നുള്ളതാണ്. മാരാമൺ മടപ്പുറത്ത് പണ്ട് കാലത്ത് അദ്ദേഹം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം മാരാമൺ കൺവെൻഷനെ പോലുള്ള ഒരു ചടങ്ങിലേക്കൊക്കെ രാഷ്ട്രീയക്കാർക്ക് ക്ഷണം ലഭിക്കുന്നത് വളരെ അപൂർവമാണ്. ശശി തരൂരിന് 3 വർഷം മുമ്പ് ഒരു ക്ഷണം ലഭിച്ചിരുന്നു. പക്ഷേ ശശി തരൂർ ഒരു ആഗോള പൗരൻ, ആ രീതിയിലുള്ള വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണെന്ന് കണക്കാക്കാം. തികച്ചും ഒരു രാഷ്ട്രീയക്കാരനായ VD സതീശന് അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ആ രീതിയിൽ അദ്ദേഹം അതിനെ കാണുന്നു എന്നൊക്കെ പത്രങ്ങളിൽ അഭിമുഖങ്ങളൊക്കെ കൊടുത്ത് സംസാരിച്ചു വെച്ചിരുന്നു. അത് കഴിഞ്ഞാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. മന്നം ജയന്തിയിലേക്ക്, ആഘോഷങ്ങളിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം. രമേശ് ചെന്നിത്തല മന്നത്ത് സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്, ആ സമുദായത്തിൽപ്പെട്ട ഒരംഗമാണ്. അതുപോലെ തന്നെ താക്കോൽസ്ഥാനം അദ്ദേഹത്തിന് വേണ്ടി മേടിച്ചു കൊടുത്തത് അന്നത്തെ NSS ആണെന്നും പറയപ്പെടുന്നുണ്ട്. ഈ താക്കോൽസ്ഥാനം തൊട്ടാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രശ്നം ലീഗിൻ്റെ 5ാം മന്ത്രിയും പിന്നെ ചെന്നിത്തലയുടെ താക്കോൽസ്ഥാനവുമാണ്. അത് മേടിച്ചു കൊടുത്തത് NSS ആണ്, സുകുമാരൻ നായരാണ് എന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മൊത്തം നേതാവായിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മൊത്തം നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഒരു കള്ളിയിലേക്ക് ഒതുക്കപ്പെട്ടു. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കോട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയതായിട്ട് പറയാൻ കഴിയില്ല. ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹം കുറച്ച് നാൾ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടമായി. 11 വർഷങ്ങൾക്ക് ശേഷം, 11 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും അദ്ദേഹം അതിനിടയ്ക്ക് തള്ളി പറഞ്ഞിരുന്നു. NSSൻ്റെ ചില നിലപാടുകളൊക്കെ തള്ളി പറഞ്ഞിരുന്നു. ഞാൻ ആരുടെയും ആളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ നന്ദികാട് കേട്ടിയെന്ന് പെരുന്നയിലെ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവും. വീണ്ടുമാണ് അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുന്നത്. ആ ക്ഷണം ലഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരു മത്സരം, ഒരാളവിടെ ക്ഷണിച്ചാൽ മറ്റേ ഇപ്പുറത്ത് ക്ഷണിക്കുന്നു എന്ന രീതിയിലൊരു മത്സരം ആളുകൾക്ക് തോന്നി തുടങ്ങി. അതിനുശേഷം ഉണ്ടായതാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടത്തുന്ന, അതിൻ്റെ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ശിവഗിരി മഠവും SNDP ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് 2 ക്ഷണങ്ങളായി. ഒരെണ്ണം NSSൻ്റെ, ഒരെണ്ണം SNDPയുടെ എന്ന് പറയാം. പിന്നെ കേൾക്കുന്നത് സുകുമാരൻ നായർ എല്ലാത്തിലും നിശബ്ദനാണ്. അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നില്ല. ഉടനെ വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായം വന്നു. പക്വമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആളാണ് VD സതീശൻ. അദ്ദേഹത്തിന് പക്വതയില്ല. രമേശ് ചെന്നിത്തല വളരെ യോഗ്യനാണ് എന്ന രീതിയിലുള്ളൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെതായി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും തിണ്ണകളൊക്കെ ഒഴിച്ചിട്ടുകൊണ്ട് തിണ്ണ നിറങ്ങാൻ നേതാക്കളെ ക്ഷണിച്ചു തുടങ്ങി. സമുദായ നേതാക്കൾ എന്ന് വേണമെങ്കിൽ കരുതാൻ പറ്റും. ഞാൻ ആരുടെയും തിണ്ണ നിരങ്ങാനൊന്നുമില്ല എന്ന് പറഞ്ഞ വ്യക്തിത്വമുള്ള ആളാണ് VD സതീശൻ. എങ്കിൽ കൂടി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറവൂർ അദ്ദേഹത്തിന് വോട്ട് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പെരുന്നയിൽ ചെന്നിരുന്നു. ശാഖകളിലേക്ക് വിളിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത്. രഹസ്യമായിട്ടായിരിക്കാം. അപ്പോൾ പരസ്യമായിട്ട് രമേശ് ചെന്നിത്തല ഇറങ്ങുകയും രഹസ്യമായിട്ട് VD സതീശൻ അദ്ദേഹത്തിൻ്റെ വോട്ട് ഉറപ്പാക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ജയം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് വേണം പുറമേ നോക്കി കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ എൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF ജയിക്കുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടി അദ്ദേഹം നാമകരണം ചെയ്ത് പുറത്തേക്ക് ഇറക്കി വിട്ടൊരു പാർട്ടിയാണ്. പിന്നെ അത് ചൊവ്വാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ മാറിയെന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടി ഇപ്പോൾ UDFിലേക്ക് വരാൻ പോകുന്നു എന്നൊരു കേൾവി കൂടി കേൾക്കുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ വീണ്ടും ആ കൂടാരം ഉണ്ടല്ലോ, ആ കൂടാരത്തിലേക്ക് UDF മടങ്ങും എന്ന് തന്നെ വിശ്വസിക്കാം. ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന് മുമ്പേ ഇങ്ങനെ ഓരോ മതങ്ങളും ജാതികളും ഒക്കെ നേതാക്കന്മാരെ കള്ളികളിൽ നിർത്താനും ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നവരാണ് ഇവരെന്ന് വരുത്താനും ശ്രമിക്കുന്നത് എന്തായാലും നേതാക്കന്മാർക്കും അവരുടെ പ്രസ്ഥാനങ്ങൾക്കും ഭൂഷണമല്ല. അതോടൊപ്പം തന്നെയാണ് ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊരു പ്രയോഗം, അത് വെള്ളാപ്പള്ളി നടേശൻ
ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രയോഗമാണ്. അവരുടെ മുഴുവൻ പിന്തുണ മേടിക്കുന്നത്. അതുകൊണ്ട് വെറുതെ SNDP NSS എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകൾ വളരെയധികമുണ്ട്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ കണ്ടമാനം വിഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ പിന്തുണ മേടിക്കണം. ഈ പിന്തുണ കൊണ്ട് മാത്രം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു പോകാം എന്ന് ധരിച്ചിരിക്കുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.